Jai Siya Ram. I'm here today not as Prime Minister, but as a Hindu. And just like Mapu has a golden Hanuman in his background, I am proud that a golden Ganesh sits gleefully on my desk at 10 Downing Street. I am proud to be British, proud to be Hindu. And for me, Lord Rama... ഇത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് എത്ര ഉറച്ച സ്വരത്തോടു കൂടിയാണ് തൻ്റെ വിശ്വാസം, അതായത് സനാതന ധർമ്മത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നതെന്നും അതിനോടൊപ്പം തന്നെ തൻ്റെ അധികാരം നിലനിർത്തുവാൻ വേണ്ടി തൻ്റെ വാക്കുകളിലോ പ്രവൃത്തിയിലോ ഒരു കൃത്രിമത്വവും കാണിക്കാത്ത ഒരു ഉറച്ച ഹിന്ദു വിശ്വാസി. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലുമുള്ള നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിൻ്റെ ധൈര്യവും അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. Jai Siya Ram. I am proud to be British, proud to be Hindu. And for me, Lord Rama will always be an inspirational figure. ഋഷി സുനക് ഒരു വിദേശ രാജ്യത്ത് പ്രധാനമന്ത്രിയും എന്നാൽ ഇന്ത്യൻ വംശജനുമാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് പറയുവാനുള്ള കാര്യം തുറന്നു പറയുകയും നല്ല ധൈര്യത്തോടു കൂടി തന്നെ താനൊരു ഹിന്ദുവാണെന്നും ഹിന്ദു വിശ്വാസിയാണെന്നും പറയുവാനുള്ള ധൈര്യം കാണിച്ചു. ഇതു കണ്ടാണ് TN പ്രതാപനെ പോലുള്ള നട്ടെല്ലില്ലാത്തവന്മാർ പഠിക്കേണ്ടത്. നട്ടെല്ലില്ലാത്തത് കൊണ്ടാണ് ഉസ്താദിനെ പോലെ ഇരുന്ന് വോട്ട് വാങ്ങുന്നതിന് വേണ്ടി ഇസ്ലാമിസ്റ്റുകളെ പൊക്കി പറഞ്ഞുകൊണ്ട് അവിടത്തെ തിണ്ണ നിരങ്ങി വോട്ട് വാങ്ങുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നുകൂടിയുള്ളൊരു ഒരു കൂട്ടിച്ചേർക്കൽ ഈ സന്ദർഭത്തിൽ എന്റേതായി കൂടി ഞാൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്റെ ലോകത്തിലെ സമ്പൂർണ്ണ ഭരണഘടന ഖുറാനാണെന്ന് കണ്ടെത്തിയ ആദ്യത്തെ വിഡ്ഢിയാണ് TN പ്രതാപൻ. ഇന്ത്യൻ ഭരണഘടനയിലോ മറ്റു ഭരണഘടനയിലോ ഒരു വിശ്വാസമില്ലാത്ത ഒരു വിഡ്ഢി കുശുമാണ്ടത്തെയാണ് നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ലോകസഭയിലേക്ക് അയച്ചതെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. പ്പെടാനും ഇസ്ലാമിനെ സ്നേഹിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഏകദൈവം എന്ന ഈ ലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇടത്തട്ടുകാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട്, ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് ആധുനിക മനുഷ്യൻ, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആധുനിക മനുഷ്യരാണെന്നാണല്ലോ വെപ്പ്. ആധുനിക മനുഷ്യന്റെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ല, വോട്ടവകാശത്തോടുകൂടി പാർലമെന്റിലൂടെ കൂടി ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തുമല്ല ആദ്യത്തെ ഭരണഘടന ഉണ്ടായത്. ലോകത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിലെ ജന്മമെടുക്കുന്നത് മുതൽ പരലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആളുകളെ ഇസ്ലാമിനോട് കൂടുതൽ അടുക്കാനും. മലബാറിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല ചെയ്ത തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കി ചിത്രീകരിച്ച TN പ്രതാപൻ പാർലമെന്റിൽ പ്രസംഗിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. ഇംഗ്ലീഷ് പോലും ഇദ്ദേഹത്തിന് വ്യക്തമായി വായിക്കുന്നതിന് അറിയുകയില്ല. Insulted by ICHR. Sir, it is not good for our country to mutilate our history. തൃശ്ശൂരിലെ ജനങ്ങൾ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു വിട്ടപ്പോൾ 2 കാലിൽ പോയ പ്രതാപൻ ഷാർജയിലെ തൻ്റെ ബുക്കിൻ്റെ പ്രകാശന ചടങ്ങിൽ 4 കാലിൽ മദ്യത്തിൽ മുങ്ങി നിൽക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇതുപോലുള്ള ഒരു കോമാളിയെയാണോ തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടതെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഈ മഹാൻ തന്നെയാണ് നരേന്ദ്രമോദി വടക്കുന്നാഥൻ്റെ മണ്ണിലെത്തിയപ്പോൾ അവിടെ ചാണകവെള്ളം തളിക്കുവാനായി തൻ്റെ അനുയായികളെ അയച്ചത്. TN പ്രതാപൻ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ തികഞ്ഞ ഗാന്ധിയനും മദ്യവിരോധിയും മദ്യവർജന പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിക്കുന്ന ആളുകൂടിയാണെന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്.
മദ്യമടിക്കുവാൻ ഒരവസരം കിട്ടിയാൽ അത് പാഴാക്കാത്ത ഈ പാമ്പ് പ്രതാപനെ വേണോ അതോ മനുഷ്യസ്നേഹിയായ സുരേഷ് ഗോപിയെ വേണോ നിങ്ങളുടെ മണ്ഡലത്തിലേക്ക് എന്ന് തീരുമാനിക്കേണ്ടത് വോട്ടർമാരായ നിങ്ങൾ തന്നെയാണ്. വേണ്ട, ജനങ്ങൾ ഇടപെട്ടാൽ മതി. ആ 2 രൂപ സെസ് കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ജനങ്ങൾ എന്താ നടപടി എടുക്കാത്ത? അതാ പറഞ്ഞ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മതി. കോടതിയിൽ ചീഫ് സെക്രട്ടറി കണക്ക് കൊടുക്കട്ടെ. 2 രൂപ വെച്ച് എത്ര കോടി പിരിച്ചു, എത്ര ക്ഷേമ പെൻഷന് മാത്രം എത്ര കൊടുത്തു. TN പ്രതാപൻ എന്ന മഹാൻ എഴുതിയ ബുക്കാണ് ഭ്രാന്ത് പെരുകുന്ന കാലം. ആ ബുക്കിൻ്റെ പ്രകാശന ചടങ്ങിലാണ് വെള്ളമടിച്ചു ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്നത്.